ഈവന്റിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു രത്നചുരുക്കം പറയുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കാൻ കൊതിച്ചിട്ടുള്ള കുറേയധികം പാട്ടുകള്, കാണാൻ കാത്തിരുന്നിട്ടുള്ള നൃത്ത ചുവടുകള്, ഒപ്പം കോമഡി സ്കിറ്റുകളും എല്ലാമായിട്ട് ഒരു ഗംഭീര മെഗാ ഈവന്റ് ആണ്. സോ ആർ യു റെഡി? சொல்லுதே ஏனோ மனமும் தோம் தோம் சொல்லுதே தனிமையே சுகமாகும் இனிமையே இனி நாடும் காதல் மோதல் எனக்குள்ளே ஏனோ இதயம் தீந்தீன் சொல்லுதே ஏனோ மனமும் தோம் தோம் சொல்லுதே മഞ്ഞു വീണതാണോ അമ്പു കൊണ്ടതാണോ മഞ്ഞു വീണതാണോ പൂവമ്പു കൊണ്ടതാണോ നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ മയിലാടും പോലെ നിന്റെ വാക്കു കേൾക്കയുള്ളിൽ മഴ വീഴും പോലെ അടിയൻ പൂക്കൾ കരളിൽ വിരിയും പോലെ എന്തേ ഹൃദയതാളം മുറുകിയോ എന്തേ കണ്ണിലിളമീൻ തുള്ളിയോ എന്തിനാണു സൂര്യൻ വന്നു പോകും നേരം കുഞ്ഞു സൂര്യകാന്തി കണ്ണു ചിമ്മി നിന്നു എന്തിനാണു പൊന്തിടുന്നു തിരതീരം കാണേ എന്തിനാണു വണ്ടു കണ്ടു വിറയാടി പൂക്കൾ പറയൂ മനമേ ചൊരിയൂ മധുരം പ്രിയതേ എന്തേ ഹൃദയതാളം മുറുകിയോ എന്തേ കണ്ണിലിളമീൻ തുള്ളിയോ മധുരമീ അനുരാഗം മതിവരാ മധുപാനം ആരോ വീണ്ടും തേടുമ്പോൾ എന്തേ ഹൃദയതാളം മുറുകിയോ എന്തേ കണ്ണിലിളമീൻ തുള്ളിയോ ഒരുപാട് പെർഫോമൻസസ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ വേദിയിലേക്ക് നിങ്ങളെ കാണാനായിട്ട് എത്താൻ പോവാണ്. സോ ഇനി ഞാൻ പേഴ്സണലി സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഇനി വരാൻ പോകുന്ന എന്താ പറയുക, പ്ലേ ബാക്ക് സിംഗറിൻ്റെ ഒരു ഫാനും കൂടിയാണ് ഞാൻ. എല്ലാവരുടെയും ഫാനാണ്. എന്നാലും ഞാൻ പൊതുവേ ഇങ്ങനെ മനസ്സിൽ പറയേ, ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അറ്റംപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ലെവൽ വേണം. ഈ പാട്ട് തൊടാൻ നമുക്ക് പഠിക്കുന്നൊക്കെ പറയും. അത്രയും ചാലഞ്ചിങ് സോങ്സ് പാടുന്ന ഒരു പ്ലേ ബാക്ക് സിംഗറാണ്. പേര് പോലെ തന്നെ വളരെ മധുരമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഒരു വലിയ കൈയോടുകൂടി നമുക്ക് വെൽക്കം ചെയ്യാം പ്ലേ ബാക്ക് സിംഗർ നമ്മുടെ സ്വന്തം മധുചേട്ടൻ, മധു ബാലകൃഷ്ണൻ. മധുചേട്ടാ വെൽക്കം. എന്റെ ഒരു അനാലിസിസിൽ ഒരു കാര്യം എന്റെ മനസ്സിൽ തോന്നി. ഇവിടെ പറയാൻ പാടോ പാടില്ലെന്ന് അറിയില്ല. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ചേട്ടൻ പ്രായം ഇങ്ങനെ റിവേഴ്സ് ഗിയറിൽ പോണ്ടോന്നൊരു സംശയം. കറക്റ്റും കൂടെ പറഞ്ഞിരുന്നോ? ടോപ്പ് സിംഗറിൽ വന്നതിന് ശേഷമാണോ എന്ന് എനിക്കൊരു കൂടുതൽ ഡൗട്ട് ഉണ്ട്. കുട്ടികളുടെ കൂടെ കൂടിയിട്ടായിരിക്കും. സമ്മതിക്കോ?
അറിയില്ല, കാണുന്നവർക്കാണല്ലോ അറിയുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന്റെ കൂടെയുള്ള ജേർണി എന്ന് പറയുമ്പോ? നല്ല രസമാണ്, കാരണം എനിക്ക് പ്രത്യേകിച്ച് കുട്ടികളെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. പാട്ടും ഇഷ്ടമാണ്, കുട്ടികളെ ഇഷ്ടമാണ്. ഹലോ, നിങ്ങൾക്ക് കുറുമ്പുണ്ടോ? ഉണ്ടോ അതില് കുറുമ്പന്മാരും നല്ല കുറുമ്പന്മാരും കുറുമ്പികളും ഉണ്ട് ഇതിന്റെ അകത്ത്. കുറുമ്പില്ല അല്ലേ നമുക്ക്? നമ്മള് പാവല്ലേ? പിന്നെ ചിലരൊക്കെ പാവാണ്. സാറ് നന്നായിട്ട് മാർക്കൊക്കെ തരുമോ? നല്ല പാവം സാറാ അല്ലേ? അപ്പൊ എന്നും നിങ്ങളുടെ പാട്ടല്ലേ സാറൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കാറുള്ളേ? ഇന്നിപ്പോ നമുക്ക് സാറിന്റെ അടുത്തൊരു പാട്ട് പാടാൻ പറയാം. നിങ്ങൾ കേക്കോ? നിങ്ങൾ ജഡ്ജ് ചെയ്തോ? മാർക്ക് കൊടുക്കണോട്ടോ ലാസ്റ്റ്. ഓക്കെ, ഡണ്ണാണോ? അത് ഭയങ്കര ഇഷ്ടായി. കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര വീണം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ തീയായി പൊയ്യായി മാറി ചൊരിയ ചടുല നടനമോട് ചുടല നടുവിലിടി പടഹമിടയുമാറ് ഉടലും ഉയരുമേരി കനലിൽ ഉരുകിയൊരു മധുര രുധിരമാട് അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര വീണം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറി ചൊരിയ കാലിടറുമ്പോഴും എന്നെ കാത്തരുളുന്നോരെന്നമ്മേ പാലൂട്ടും തിങ്കൾ നീയെ താരാട്ടും കാറ്റും നീയെ ജീവനും നീ മായേ പൂജിക്കും ദൈവം നീയെ പൂമൊട്ടിൽ തേടും നീയെ പുണ്യവും നീ തായേ മുടിയുണര മകുടമുണര മുടിയിലുടു നിരയൊടു മുകിലുണര നടയുണര നടനമുണര നടനമൊടു കൊടുമുടി അണിയിളക അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര തോം തോം തക 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 തരികിട്ട 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 പാവന പൗർണമിയല്ലേ പാപവും നീ പൊറുക്കില്ലേ മൂലോകം പോറ്റുന്നോളെ മുക്കാലം തീർക്കുന്നോളെ മുക്തിയും നീയല്ലേ മുത്തോലക്കോലം കെട്ടി തിത്തൈതയാടുന്നോളെ സത്യവും നീയല്ലേ പടിയുണര പടയുമുണര പടഹമൊടുടമരുകമുണരുണര ചിടയുണര കടകമുണര ചടിതി തവ തുടുമിഴി മുടി ഉണര അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര വീണം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറി ചൊരിയ ചടുല നടനമോട് ചുടല നടുവിലിടി പടഹമിടയുമാറ് ഉടലും ഉയരുമെരി കനലിൽ ഉരുകിയൊരു മധുര രുധിരമാട് അടവി ഞെട്ടിയുണരുന്ന ഗർജനവും അമരപാദമണിയുന്ന പൊൻതളയും ഉടലിലിട്ടൊരരുന്ന അസ്ഥിമാലകളും ഇളകിടുന്ന ചിടപടലവും കൊടിയും ഇടയും ഉഗ്ര നടനമാടുക നമ്മേ
ഇതാണ് പറയുന്നത് ഫ്ലവേഴ്സിന്റെ ഈ ഒരു മ്യൂസിക്കൽ നൈറ്റ് സംതിങ് ഡിഫറെന്റ് ആണ്. ശരിക്കും ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ എന്താ പറയാ മിസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ വലിയൊരു നഷ്ടം കേട്ടോ. ഏതായാലും അടുത്തതായിട്ട് വീണ്ടും നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫാമിലിയിലെ മറ്റൊരു കുട്ടിത്താരമാണ് വരാൻ പോണേ, നമ്മുടെ സ്വന്തം മേഘ്ന. ഹലോ ലക്ഷ്മി ചേച്ചി. How are you? കണ്ടോ കുട്ടി എന്നെ സ്കോർ ചെയ്തു, എന്നെക്കാൾ കൂടുതൽ. How are you? I'm fine. How are you? അതല്ല, ഇപ്പൊ ഇംഗ്ലീഷ് മാറ്റി പിടിക്കുന്ന സമയമായി. അതായത് അടങ്കപ്പ நீங்க தமிழ்நாட்டுல ரொம்ப ஃபேமஸா? അയ്യോ அப்படியெல்லாம் சொல்லாதீங்க, கொஞ்சம் ഫേമസ്. ഈ ഒരു ഡയലോഗ് ഞാൻ ഇന്നലെ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഫ്ലുവന്റ് ആയിട്ട് പറഞ്ഞോ. ഇപ്പോൾ തമിഴ്നാട്ടിലും ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടല്ലോ. ആ, അവിടെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ പോയി ഇതുപോലെ ഇവിടെ നിന്ന് വളർന്ന് അവിടെ പോയി ഇങ്ങനെ അവിടെ ഒന്നും കൂടെ ഇതായല്ലേ, അടിപൊളി. അത് മാത്രല്ല ഇപ്പൊ പാട്ടിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ചെറുതായിട്ട് മാറ്റി പിടിച്ചപ്പോ അഭിനയത്തിലും കൂടെ ഞങ്ങൾ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുക. വിശേഷമൊക്കെ പറയൂ. 3 സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. 3 സിനിമയിൽ അഭിനയിക്കാൻ പറ്റി കേട്ടോ. ഒരു വലിയ കൈഡി കൊടുക്കുന്നേ. ആ വിശേഷങ്ങൾ കേൾക്കട്ടെ. അതിലൊരു സിനിമ തമിഴിലാണ്. തമിഴില് അതൊരു തായ്ലാൻഡിലൊക്കെ പോയി ഞങ്ങൾ ഷൂട്ട് എടുത്താണ്. അപ്പൊ കുട്ടി തായ്ലൻഡിൽ പോയോ? ആ, തായ്ലൻഡ് കണ്ടു. പിന്നെ മറ്റേ ഈ പാട്ടറിയില്ലേ, ഗോൾഡൻ സ്പാരോ അത് ആ പാട്ട് കമ്പോസ് ചെയ്ത് GV പ്രകാശ്, GV അങ്കിള്. അപ്പൊ GV അങ്കിളാണ് അതില് ഹീറോ. അപ്പൊ ഞാനും GV അങ്കിളിനെ നേരിട്ട് കണ്ടു അല്ലേ? ഡ്രീം കം ട്രൂ മൊമെന്റ്. അപ്പൊ ഒരു ബിഗ് താങ്ക്സ് ടു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. കാരണം ഞങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവര് ഞങ്ങളെ അറിയുമായിരുന്നോ, ഞങ്ങൾ അവിടെ എത്തുമായിരുന്നോ അല്ലേ? യെസ്. അപ്പൊ ഇന്നതാ വീണ്ടും ഫ്ലവേഴ്സിന്റെ ഈ വേദിയിൽ ഈ ഈവന്റ് കളർഫുൾ ആക്കാൻ വേണ്ടിട്ട് മേഘ്ന കുട്ടി ഏത് പാട്ടാ പാടണേ? ഞാൻ ശ്രീരാഗമാണോ പാടണേ? അപ്പൊ നോക്കിക്കോളൂ ശരത് സാറും എല്ലാവരും ഞെട്ടും. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കുട്ടാ, നന്നായിട്ട് പാടും. പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളി കോമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാകനി വീഴ്ത്തുവാൻ ഇനിയും
വാട്ട് എ കളർഫുൾ പെർഫോമൻസ്. ഒരു വലിയ കൈ കൊടുക്കാം. ഈ ടോപ്പ് സിംഗേഴ്സ്, കുട്ടി ടോപ്പ് സിംഗേഴ്സിന്റെ ഇടയിലേക്ക് ഒരു ടോപ്പ് സിംഗറിനെ നമ്മൾ കൊണ്ടുവരാൻ പോവാണ്. അതായത് വേറിട്ട ഒരു ആലാപന ശൈലി, വേറിട്ട ഒരു ശബ്ദം, ആൻഡ് മോർ ഓവർ ഞാൻ ഇങ്ങനെ നിന്നിട്ട് പറയും തൃശ്ശൂർക്കാരിയും കൂടെ ആണെന്ന് പറയും. ആൻഡ് ഒറ്റൊരു ക്ലൂ ഇത് മാത്രം മതി, അവിടുന്ന് പേരും വരും. സുഖമാണി നീലാവ്. ആരാ വരാൻ പോണേ? പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം പ്ലേബാക്ക് സിംഗർ ജ്യോത്സ്ന രാധാകൃഷ്ണൻ. വെൽക്കം ടു ഫ്ലാഷ് മ്യൂസിക്കൽ നൈറ്റ്. നമ്മളപ്പോ തുടങ്ങാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. നമ്മള് രണ്ടുപേരെയും ഒരേപോലെ ഉണ്ടോ കാണാൻ? ലുക്ക് ലൈക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ചോദിക്കുമ്പോ എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും അല്ലേ? എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, സംസാര ശൈലി കൊണ്ടും തൃശ്ശൂർ ഭാഷ ആയതുകൊണ്ടായിരിക്കും. അതിനൊരു എസ്കേപ്പ് ഇല്ല. ആ പരിസരത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാരും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ജില്ല മാറിയാലും അത് പോകുന്നു തോന്നുന്നില്ല. അതൊരു ഐഡന്റിറ്റി അല്ലേ? അങ്ങനെ ഇരിക്കട്ടെ അല്ലേ? അപ്പോ തൃശ്ശൂർക്ക് ജയ് വിളിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ജില്ലക്കും ജയ് വിളിച്ചുകൊണ്ട് അപ്പൊ ഫസ്റ്റ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഷോട്ടാസിനും ഓഡിയൻസിനൊക്കെ വേണ്ടിയിട്ട് ഏത് പാട്ടാ പാടുന്നേ? എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര എനർജി ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്റെ തന്നെ കുറച്ച് എനർജി ഉള്ള ഒരു പാട്ട് വെച്ച് തുടങ്ങാന്ന് വിചാരിക്കാം. തിരിച്ചു എനർജി കൊടുക്കില്ലേ? हो
കേട്ടത്. ഇഷ്ടായോ പാട്ട്? അല്ല സത്യം പറഞ്ഞ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ആ പാട്ടൊക്കെ കേട്ടിട്ട് ഒരു സ്കൂൾ വിട്ട ടൈമിൽ എല്ലാരും വന്ന് എൻജോയ് ചെയ്യണ പോലെ തോന്നി. എല്ലാരും വലിയ കൈ കൊടുക്കാം. ശരി, അവിടെ ഒരാൾക്ക് എന്തോ പറയാൻ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക. ഇത്തിരി ഒന്ന് നീങ്ങി നിൽക്കോ? എല്ലാരും കണ്ടോട്ടെ. എല്ലാരും ടിവിയില് ക്യാമറ ഫേവർ ചെയ്ത് നിന്ന് എല്ലാരെയും കാണാൻ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടായോ? കുട്ടിയുടെ ഡാൻസ് ഇഷ്ടായോ? ശരിക്കും ഇഷ്ടായോ? ഞാൻ ചോദിക്കട്ടെ, ലൈക് ഇതിന്റെ ഇടയിൽ ലൈക് ചിട്ടിക്കുരുവികളെ എന്ന് വിളിച്ചപ്പോ ഇവരിങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ജോത്സ്ന എന്ന് പറയുന്ന പ്ലേ ബാക്ക് സിംഗറിനെ നമ്മൾ എല്ലാവർക്കും അറിയാം. അമ്മ റോളില് സ്വന്തമായിട്ട് എത്ര മാർക്ക് ഇടും? വീട്ടിലൊന്നും നടക്കില്ല. എന്റെ വീട്ടിലുള്ള ആള് വീട്ടില് കൂട്ടുവരുമോ എന്ന് ചോദിച്ചാൽ അവനെ തിരിച്ച് നേരെ മറ്റേ വഴിക്ക് ഓടും. ഇതിപ്പോ രക്ഷപ്പെട്ടു ഞാൻ. അതുപോലെ തിരിച്ചോടാത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. മോൻ അമ്മയുടെ സ്വഭാവം എന്നാണോ പറയുന്നത്? അന്ന് വേണമെങ്കിൽ ചെറുതായിട്ട് പറയാം. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ ഇത്ര ലൈക്ക് ഇങ്ങനെ പീക്കിൽ നിൽക്കുകയാണ്. സോ ഇനിയും നമ്മൾ ഒരുപാട് സോങ്സ് എക്സ്പെക്ട് ചെയ്യും. ഓക്കേ, ഗുഡ് ഗേൾസ്. യെസ്, നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയുടെ തന്നെ അഭിമാനമായിട്ടുള്ള, നമ്മുടെ ടോപ്പ് സിംഗറിന്റെ അഭിമാനമായിട്ടുള്ള കോഴിക്കോടിന്റെ കുഞ്ഞി ഇപ്പൊ വലുതായിക്കൊണ്ടിരിക്കുന്ന മെലഡി രാജ ഋതുരാജ്. ഹലോ, ഹൗ ആർ യു? എന്റെ കൈ പോയി. യെസ്, അവനെ അവിടെ വന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഒരു ആക്ഷൻ ഇട്ടു. എങ്ങനെ ആക്ഷൻ ഇട്ട്? അവിടെ വന്നിട്ട് ഞാനിങ്ങനെ കണ്ടോ, കുട്ടിക്ക് ഇങ്ങനെ പൊടിമീശയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിരിക്കുക. കാണട്ടെ, എല്ലാരും കാണട്ടെ. ആരും കാണണ്ട. എല്ലാരും ഇങ്ങനെ മുടിയൊക്കെ ആയിട്ട് ഭയങ്കര സ്റ്റൈലില് റെമോ സ്റ്റൈലൊക്കെ വന്നിരുന്ന ആളാട്ടോ. വലുതായി തുടങ്ങി ഫാഷൻ സ്റ്റൈലൊക്കെ മാറ്റി തുടങ്ങി. നോക്കട്ടെ, മൈക്ക് മാറ്റടാ, ആരും കാണണ്ടെന്ന്. അത് മാത്രല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. റിച്ചുകുട്ടൻ ഇപ്പൊ ശരിക്കും റിച്ചായേ. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ സമ്മതിക്കോ ഇല്ലയോ? ഇല്ല. എന്താ അത്? ഒരിക്കലും സമ്മതിക്കും. അപ്പൊ നീ കാശൊന്നും മേടിക്കണില്ലേ പ്രോഗ്രാമിന് മുമ്പോ? കാശൊന്നും മേടിക്കണില്ലേ പ്രോഗ്രാമിന് മുമ്പോ? അതൊരു നല്ല കാര്യമല്ലല്ലോ. അപ്പൊ റിച്ചാ? അപ്പൊ ഞാൻ പറയട്ടെ, ഇതിൽ കൂടെ റിച്ചുകുട്ടൻ എല്ലാവിടെ ഫ്രീ ആയിട്ട് വന്ന് പാട്ട് പാടിത്തരുന്ന് പറയട്ടെ? വേണ്ട, പറ്റില്ല. പക്ഷേ ലൈക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഫ്ലവേഴ്സ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എന്തൊരു അഭിമാനാന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പറയും, എനിക്കൊരു ഡ്രീം പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫ്ലവേഴ്സിലൊക്കെ ഓപ്പൺ ആവാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പൊ ഭയങ്കര വയസ്സായി എന്നല്ല, പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അമ്മ പ്രസവിച്ചിട്ടപ്പോഴേക്കും സെലിബ്രിറ്റീസ് ആയില്ലേ? ഇത്രയില്ല, കുറച്ചും കൂടെ കഴിഞ്ഞു. ഞാൻ ഒരു പേച്ചൊക്കെ സ്വന്തം, നീ സമ്മതിക്കടാ. ശരി, അപ്പൊ ഏതായാലും അതിനുശേഷം ഫ്ലവേഴ്സ് പിന്നെ സോണിയിലേക്ക് പോയി. ഹിന്ദിയൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ മണി പോലെയാണ്. ഇന്നിപ്പോ ഹിന്ദി പാട്ടാണോ തുടങ്ങണേ? ഹിന്ദി പാട്ടല്ല, മലയാളം. നിന്ന് മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം കിട്ടിയിട്ട് മതി ഇനി സോണിയിലല്ലേ? ഓക്കെ, ഏത് പാട്ടാ? എന്തെയൊന്നും വന്നില്ല. സൂപ്പർ സോങ് ആണ് ആൻഡ് ഗുഡ് സോങ് സെലക്ഷൻ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കസ്തൂരി നിലാവിന്റെ കനവു
ആകാശത്തോപ്പിൻ കിന്നരൻ എന്തേ എന്നും വന്നീല നിന്നോടൊന്നും ചൊല്ലിയില അനുരാഗം ഇട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ മണിവളത്തിളങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ് മണിവളത്തിളങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ് മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൂലി മുഴക്കണതാരാണ് മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൂലി മുഴക്കണതാരാണോ വിളക്കിന്റെ നാളും പോലെ പൊൻതൂവൽ വീശും മാതേറും മഴപ്രാവേ ഓ കളിയാടി പാടാൻ നേരമാ തരാരര താരിരാര താരാരാര തരതിരാരിരാര തരരരരാര നിനക്കായി മാത്രം തുറക്കാം ഞാൻ നിനക്കായി മാത്രം തുറക്കാം ഞാൻ നിന്നിഴിയാകും മധുപാത്രത്തിലെ നിന്നിഴിയാകും മധുപാത്രത്തിലെ മാസ്മര മധുരം നുകരാം ഞാൻ മാസ്മര മധുരം നുകരാം ഞാൻ മണിവളത്തിളങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ് മണിവളത്തിളങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ് മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ് മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണോ വിളക്കിന്റെ നാദം പോലെ പൊൻതൂവൽ വീശും മാതേറും മഴപ്രാവേ ഓ കളിയാടി പാടാൻ നേരമാ മധുവർണ്ണ പൂവല്ലേ നറുനീല പൂവോളല്ലേ മധുവർണ്ണ പൂവല്ലേ നറുനീല പൂവോളല്ലേ മധുരപ്പതീനേരിൽ ലങ്കി മറിയുന്നോളെ ലങ്കി മറിയുന്നോളെ ലങ്കി മറിയുന്നോളെ ലങ്കി മറിയുന്നോളെ നിൻ പ്രണയത്തിൻ താമരനൂലിൽ ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ ഓർമ്മകൾ മുഴുവൻ കോർക്കാം ഞാൻ നിന്നെയുറക്കാൻ പഴയൊരു ഗസലിൽ നിന്നെയുറക്കാൻ പഴയൊരു ഗസലിൽ നിർവൃതിയെല്ലാം പകരാം ഞാൻ നിർവൃതിയെല്ലാം പകരാം ഞാൻ എന്തേ എന്നും വന്നീല നിന്നോടൊന്നും ചൊല്ലിയില അനുരാഗം ഇട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ മണിവളത്തിളങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ് മണിവളത്തിളങ്ങണ കയ്യാലെ വിരഞ്ഞൊട്ടി വിളിക്കണതാരാണ് മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ് മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണോ വിളക്കിന്റെ നാളും പോലെ
കളിയാടി പാടാൻ നേരമാ. യെസ്, അങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ ഫസ്റ്റ് ഗിയറിലാണ് നമ്മുടെ ഇവന്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലവേഴ്സ് മ്യൂസിക്കൽ നൈറ്റ് മെഗാ ഇവന്റ്. അത് മെഗാ ആവണമെങ്കിൽ നമ്മുടെ അൺഅവോയ്ഡബിൾ പില്ലർ. ഞാൻ കുറച്ച് ക്ലൂ തരാം കേട്ടോ, നമ്മുടെ ഓഡിയൻസിന് എന്തായാലും മനസ്സിലാവും. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 44 വർഷങ്ങളേറെയായിട്ട് പിന്നണി ഗാനരംഗത്ത് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലേ ബാക്ക് സിംഗർ ആണ്, മ്യൂസിക് ഡയറക്ടർ ആണ്, ടെലിവിഷൻ ഹോസ്റ്റും ആണ്. മോർ ഓവർ നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ നാഥനാണ്. ആരാ വരാൻ പോണേ? Please put your hands together to welcome നമ്മുടെ സ്വന്തം MG ശ്രീകുമാർ. MG ശ്രീകുമാർ വാലിന്നൽ പൂവും വാലിത്തെഴുതിയ വേൽമുണക്കണ്ണുമാ 4 പതിറ്റാണ്ടിലെ തലമുറകൾ നെഞ്ചോട് ചേർത്ത് വെച്ച പാട്ടുകാരൻ. നഗുമോ ഓമൂകനല്ലേ നിത്യഹരിത മെലഡികൾ കൊണ്ട് വിസ്മയം തീർത്ത ഈ ശബ്ദം കേട്ടുകൊണ്ടല്ലാതെ ഇന്നൊരു ദിനവും കടന്നു പോകില്ല. അതായത് ശ്രീകുട്ടന് ഏത് പാട്ടായിരുന്നാലും ശരി, എത്ര പാടിയായാലും തൃപ്തിയാവില്ല. ചേട്ടാ ഒന്നുകൂടെ പാടി കിട്ടാ. അത് നല്ല രീതിയാണ്. കാരണം അതിനോടുള്ള ആ ഒരു എന്താ പറയുക, അതിനുള്ള ഒരു ആത്മാർത്ഥത. അതുകൊണ്ട് തന്നെയാണ് ശ്രീകുമാർ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ പാട്ടുകാരനായിട്ട് നിൽക്കുന്നത്. ഈ മാസ്മരിക ശബ്ദം കവർന്ന വിഷാദ ഗാനങ്ങൾ ഒരിക്കലെങ്കിലും നമ്മുടെ കണ്ണുകൾ ഉത്സവ ഗാനങ്ങളുടെ തീവ്ര താള വേഗത്തിൽ ഒന്ന് ചുവടുവെക്കാതിരിക്കാനും നമുക്കാവില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്രീകുട്ടന്റെ ഭാവമാണ്, പാട്ടിന്റെ ഭാവം, ലൈഫ്. ആസ്വാദകരുടെ മനസ്സിൽ കൂട്ടുകൂടിയ ഗായകൻ MG ശ്രീകുമാർ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ. ഇത് ഭാഷയുടെ അതിർവരമ്പുകൾ കടന്ന സംഗീതയാത്ര. ഫോട്ടോ പിടിച്ചോട്ടാ പണി മാറിയാക്കാമെന്തു ഫിലിം ഫോട്ടോ നഗർ വില ചൊല്ലിടാ. 4 പതിറ്റാണ്ടുകളുടെ തുടർ യാത്ര. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം നെല്ലയോടി വന്നു. Sir, we welcome you. Sir, സത്യം പറയട്ടെ, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും മീഗോ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ ഇല്ലാത്ത ഡബിൾ കൈഡിയായിരുന്നു സാർ വന്നപ്പോ. എല്ലാം സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ യാത്ര ശരിക്കും പറഞ്ഞാൽ നമ്മൾ 5 വർഷത്തോളായി എല്ലാരും പറയാ സാറിൽ നിന്ന് എന്തൊക്കെയാണ് കുട്ടികൾ പഠിച്ചതെന്ന് ചോദിക്കുക. പക്ഷേ കുട്ടികളിൽ നിന്ന് എന്തൊക്കെ സാർ പഠിച്ചു? അല്ല, കുട്ടികളാണ് എൻ്റെ ജീവന്റെ ജീവൻ. കാരണം പല പാട്ടുകളും ഇപ്പം ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്ന ചിലപ്പോൾ പഴയ പാട്ടുകളൊക്കെ, ദേവരാജൻ മാസ്റ്റർ പാട്ടുകൾ, ഞാൻ ഇന്ന ഒരു സംഗതി ഇന്നതായിരിക്കും എന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഇവിടുത്തെ കുട്ടികൾ പാടുമ്പോൾ അവർ കറക്റ്റായിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് വന്ന് പാടുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു കേൾവി ഓർമ്മയിലാണ് നിൽക്കുന്നത്. ഞാൻ അവരുടെ നിന്നും പഠിക്കാറുണ്ട് ആ സംഗതികൾ. പാടുമ്പോൾ ഞാൻ പറഞ്ഞിട്ട്, ഓ ഇതാണല്ലോ ആ സംഗതി, ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ വിചാരിച്ചത്. പക്ഷെ ഏകദേശം കറക്റ്റാണ്. പക്ഷെ ശരി, യഥാർത്ഥമായിട്ടുള്ള സംഗതികളും കൃത്യമായിട്ട് പാടുന്നതും നമ്മുടെ കൊച്ചുകുട്ടികൾ തന്നെ. മനസ്സിലായോ സാറ് നിങ്ങളുടെ അടുത്ത് പറയണത്? കാരണം അവരത്രയും കഷ്ടപ്പെട്ട് പഠിച്ചാ വരുന്നേ. അതാണ് എന്റെ കാര്യം. അത് മാത്രമല്ല, സാറിന്റെ കംപ്ലീറ്റ് സർക്കിൾ എന്ന് പറയുന്നത് ടോപ്പ് സിംഗറിലെ കംപ്ലീറ്റ് ചോട്ടാ പീസ് ആണല്ലോ ഇപ്പൊ. ടോപ്പ് സിംഗർ ഷോ കാണുന്നതും കേൾക്കുന്ന എല്ലാവരുടെയും വേദനകളും ദുഃഖങ്ങളും ഒരു 1.5 മണിക്കൂർ മാറ്റി നിർത്തുന്ന ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ നമ്പർ 1 ഷോ ആണ് ഫ്ലവേഴ്സ് ടിവിയിലെ ടോപ്പ് സിംഗർ. ശരിക്കും ഒരുപാട് പേരുടെ ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂൾ ആണ് ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ 100%. അതെ, സത്യം. അപ്പൊ അതിലൊരാള് മാത്രമാണ് ഞാൻ, അത്രേ ഉള്ളൂ. ഒരു വലിയ കൈഡി കൊടുക്കാം സർ, കൊട്ടേഷൻ വരും സർ, കൂടുതൽ കൈഡി സാറിന്. പാസാഗരി പാസാഗരി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി
മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർ കുടം പോലെ തേങ്ങി. പാസാഗരി പാസാഗരി താരാരരേ. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈനീട്ടി നിന്നു. സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണുറങ്ങി. കനിവേകുമീ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു. ദൂരെ പുള്ളോർ കുടം കേണുറങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. പാസാഗരി ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു. ആരെയോ തേടിപ്പിടഞ്ഞു. കാറ്റുമൊരു പാടുനാളായലഞ്ഞു. പൂന്തെന്നലിൽ പൊന്നോളമായി ഒരു പാഴ്കിരീടം മറഞ്ഞു. കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെ ഒരുങ്ങുന്ന മൗനം എങ്ങോ പുള്ളോർ കുടം പോലെ വിങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈടം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർ കുടം പോലെ തേങ്ങി. ഫ്ലവേഴ്സ് മ്യൂസിക്കൽ നൈറ്റ് മെഗാ ഈവന്റില് മ്യൂസിക് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലല്ല. അതായത് മ്യൂസിക് ഉണ്ട്, ഫൺ ഉണ്ട്, ഒപ്പം ഇനി നമ്മൾ അടുത്തായിട്ട് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ പോവാണ് ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസിലേക്ക്. മൺകീറാ
കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിനുള്ളിൽ കാത്തുവച്ച താലി തരില്ലേ കണവെന്തോണി കൂട്ടുതുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുലഞ്ഞോളെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിനുള്ളിൽ കാത്തുവച്ച താലി തരില്ലേ കണവെന്തോണി കൂട്ടുതുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുലഞ്ഞോളെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ ഓ കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിനുള്ളിൽ കാത്തുവച്ച താലി തരില്ലേ കനവിന്തോണി കൂട്ടുതുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുലഞ്ഞോളെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടവാടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിനുള്ളിൽ കാത്തുവച്ച താലി തരില്ലേ Please put your hands together to welcome playback singer Sainora. How are you? ഗുഡ് ഹൗ ആർ യു Good. നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ പ്രോഗ്രാംസ് വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ വീണ്ടും ഇടയ്ക്ക് കാണും. അപ്പൊ ഇത്തവണയും നമ്മൾ അടിച്ചു വിളിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? ഉറപ്പല്ലേ? യെസ്. അതിനു മുമ്പായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, വെക്കേഷൻ മോഡാണ്, ക്രിസ്മസ്, അങ്ങനെ ഈ ന്യൂ ഇയർ എല്ലാ ഇവന്റ്സും ഇങ്ങനെ 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 ആയിക്കൊണ്ടിരിക്കുക. കണ്ണൂരിലെ ക്രിസ്മസിനെ പറ്റി ഒന്ന് പറയോ? കണ്ണൂരിലെ ക്രിസ്മസ് പുൽക്കൂട് ഉണ്ടാക്കും, ആ, പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും, ക്രിസ്മസിന്റെ പലഹാരങ്ങൾ ഉണ്ടാക്കും. എന്തൊക്കെയാ കണ്ണൂർ സ്പെഷ്യൽ ക്രിസ്മസ് പലഹാരം? ആദ്യമായിട്ടായിരിക്കും എല്ലാരും പെരുന്നാൾ വിഭവങ്ങളായിരിക്കും ചോദിക്കുക. കണ്ണൂരിലെ ക്രിസ്മസ് പലഹാരം അല്ല, ഇത് ആദ്യമായിട്ടായിരിക്കും. കണ്ണൂരിൽ മാത്രല്ല നിൽക്കുന്നത്, കലകല എന്ന് പറഞ്ഞിട്ടൊരു വിഭവം ഉണ്ട്. എന്താ കലകല? കലകല ശബ്ദം ഉണ്ടാക്കല്ലേ എന്ന് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കലകല ഉണ്ട്, ബൂട്ട്സപ്പ് ഉണ്ട്, ഞവരി ഉണ്ട്. ബൂട്ട്സപ്പോ? എന്താ ഈ കലകല, എന്താണ് ഈ ബൂട്ട്സപ്പം? ഇതൊക്കെ സെയിം കൂട്ടാണ്, പക്ഷെ ഡിഫറെന്റ് പ്രിപ്പറേഷൻ. ഞങ്ങൾക്കറിയില്ലല്ലോ, ഞങ്ങൾക്കും പ്രേക്ഷകർക്കും പറഞ്ഞുതരൂ. അങ്ങനെ ഇപ്പൊ ചോദിച്ചാലോ? ഈ കലകല എങ്ങനെ ഇരിക്കും? അല്ല, ഈ കലകല എങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞു തന്നാ. കലകല ആക്ച്വലി ചന്ദ്രക്കല ഷേപ്പാണോ? അല്ല, ഏത് ഷേപ്പിൽ വേണം ഉണ്ടാക്കാം. ബേസിക്കലി നമ്മൾ കുട്ടികളൊക്കെ പിടിച്ചിരുത്തിയിട്ട് അവരെ കൊണ്ട് ഷേപ്സ് ഉണ്ടാക്കിപ്പിക്കും. അത്ര പോലും ഞാൻ കിച്ചണിൽ കയറൂല. അങ്ങനെയല്ല, അമ്മ ഒരു പ്ലേബാക്ക് സിംഗർ ആയി പോയില്ലേ? ഇല്ല, ഞാൻ അടിപൊളിയായിട്ട് കുക്ക് എന്തൊക്കെയാ എല്ലാം ഉണ്ടാക്കും. ഇനി വീട്ടിൽ വിളിക്കുമ്പോ ഞാനത് റെക്കോർഡ് ചെയ്യട്ടോ. എടാ, ഞാൻ ബിസിയാ, ഇന്ന് ഡേറ്റ് ഇല്ലാന്ന് പറയും. ശരി, അപ്പൊ ഇന്ന് ഫ്ലവേഴ്സ് നമ്മുടെ മ്യൂസിക്കൽ നൈറ്റ് മെഗാ ഇവന്റിന്റെ ഡേറ്റ് തന്നിരിക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരു അടിപൊളി പാട്ട് പാടിയല്ലോ. ഓൾ റൈറ്റ്, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബേബി. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനെപ്പവരും നിന്റെ മാവന്മാര് പൊന്നേ, കാതുകുത്താനെപ്പവരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കൂടെ പാടോ?
കുന്നത്തങ്ങാടി ഷാപ്പിൽ കയറി കള്ള നിറയെ കള്ളു കുടിച്ച് ആടാടിയപ്പ വരും നിന്നങ്ങളമാര് പൊന്നേ ആടാടിയപ്പ വരും നിന്നങ്ങളമാര് പൊന്നേ ആടാടിയപ്പ വരും നിന്നങ്ങളമാര് പൊന്നേ ആടാടിയപ്പ വരും നിന്നങ്ങളമാര് പൊന്നേ കൈതോല തൂക്കിയപ്പം കടച്ചിൽ മാറിയൊടി പെണ്ണേ കാതുകുത്തി കൈതോല തൂക്കിയപ്പം കടച്ചിൽ മാറിയൊടി പെണ്ണേ ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതേ ഈ പെണ്ണേ ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതേ ഈ പെണ്ണേ ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതേ ഈ പെണ്ണേ ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതേ ഫ്ലവേഴ്സ് മ്യൂസിക്കൽ നൈറ്റിലെ ഇനി പെർഫോം ചെയ്യാൻ വരുന്നത് ആരാന്നറിയോ? ഒരു കുട്ടി കാന്താരിമുളകാന്ന് വേണമെങ്കിൽ പറയാട്ടോ. കാരണം നമ്മുടെ MG സാറിനെ വരെ പാട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഏകദേശം ഊഹിക്കാലോ. അത് മാത്രമല്ല, എനിക്ക് വരെ സ്റ്റാർ മാജിക്കിൽ ഒരിക്കൽ അസൂയ തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ ആങ്കറായിട്ടും വന്നിട്ടുണ്ടേ. അപ്പോ പക്ഷേ ഈ പുള്ളിക്കാരിക്ക് ചില വാക്കുകളൊക്കെ പറയാൻ ചെറിയ ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഓർക്കസ്ട്ര എന്നൊക്കെ ശരിക്കും പറയാൻ പഠിച്ചു എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മുടെ സ്വന്തം മിയാവ് മിയക്കുട്ടി. നീയുടെ ഉടുപ്പ് കാണുമ്പോ എനിക്ക് എപ്പോഴും അസൂയയും കുശുമ്പൊക്കെ വരും. അതെന്താ കാരണം എന്നറിയോ? എന്താ? ഇതിനേക്കാൾ സൂപ്പർ ഇതല്ലേ? ഈ ഹെയർ ഒക്കെ ഇങ്ങനെ ആരാ ചെയ്തു തന്നെ? ഹെയറൊക്കെ ഉമ്മച്ചിയാ ചെയ്തേരണേ. ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചേ, ഉമ്മച്ചി എന്താ ചെയ്യണേ, ഫാഷൻ ഡിസൈനർ ആണോ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ഈ ലാലേട്ടന്റെ വൈഫൊക്കെ ഉണ്ടല്ലോ, മോഹൻലാൽ, ലാലേട്ടന്റെ വൈഫിനൊക്കെ ഡ്രസ്സൊക്കെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കും, അത്രേ ഉമ്മച്ചി ചെയ്യുള്ളൂ. ഇങ്ങനെ പറഞ്ഞ ആളല്ലേ ഇത്? നൈസ് ഡ്രസ്. ഏത് പാട്ടാ പാടാൻ പോണേന്ന്? ഞാൻ പാടാൻ പോകുന്നത് അങ്ങുവാനക്കൊണ്ടിലാണ്. സൂപ്പർ സോങ്, ലേറ്റസ്റ്റ് സോങ് പാടാന്ന് വിചാരിച്ചല്ലേ? എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ARM എന്ന് പറയുമ്പോ എല്ലാവർക്കും 100,000 നാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മിയക്കുട്ടി ARMലെ സൂപ്പർ സോങ് പാടാൻ പോവാണ് അല്ലേ? വൈക്കം വിജയലക്ഷ്മി ചേച്ചി ഒക്കെ കേക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ. അങ്ങുവാനക്കോണില് നിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളൊരാ ചിലക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ.
അകറ്റാൻ നീയെന്നും മുന്നിൽ തെളിഞ്ഞു വരും. നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും. കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉയർന്നു വാ ഉയർന്നു വാ കഥകളെ നീ ഉറച്ചു വാ ഉയർന്നു വാ ഉയർന്നു വാ ഉലകിനെ നീ ജയിച്ചു വാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.